നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 87ാം തിരുനാൾ മെയ് 2, 3, 4, 5, 6 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ളക്കൽ കാർമ്മികനായി നടന്ന ദിവ്യബലിക്കും മറ്റു തിരുകർമ്മങ്ങൾക്കും ശേഷമാണ് കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റത്തിന് ശേഷം തീർത്ഥകേന്ദ്രത്തിലെ പ്രധാന നേർച്ചയായ നിത്യസഹായാമൃതത്തിന്റെ വെഞ്ചിരിപ്പും വികാരി ജനറൽ നിർവഹിച്ചു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി രാവിലെ 6-നും വൈകിട്ട് 5-നും ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. മെയ് 2-ന് വൈകിട്ട് 5 മണിക്ക് പ്രസുതേന്തി വാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതയിലെ 16 നവവൈദികർ കാർമ്മികത്വം വഹിക്കും. മെയ് 3-ന് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ മെയ് 4-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുല്ലഴി സെന്റ് ജോസഫ് മെന്റൽ ഹോം ഡയറക്ടർ ഫാദർ ലിജോ ചിറ്റിലപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 6:45-ന് ഇടവക ദേവാലയത്തിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടാകും. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി, ജോയിന്റ് ജനറൽ കൺവീനർ ആൽബർട്ട് ജോസഫ്, മറ്റ് വിവിധ കമ്മിറ്റി കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും തിരുനാളിന് നേതൃത്വം നൽകും. ഇന്ത്യ എന്ന ബഹുസ്വര രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം തകർക്കുന്ന സംഘപരിവാറിന്റെ ഒരു നടപടിയും അനുവദിക്കുകയില്ലെന്ന് എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ P. സുരേന്ദ്രൻ. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വടക്കേക്കാട് സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്നേരി പാലസ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി വടക്കേക്കാട് TMK റീജൻസിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ മഹല്ല് കോർഡിനേഷൻ ചെയർമാൻ മൂത്തേടത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുശാഫറ അംഗം ഉസ്താദ് അബ്ദുൾ സലാം ഭാഗവി മുഖ്യപ്രഭാഷണം നടത്തി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, ചാവക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, വളണ്ടിയർ ക്യാപ്റ്റൻ അബ്ദുൾ അസീസ് പരൂർ, മഹല്ല് ഖത്തീബുമാർ, സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അറക്കൽ അബ്ദുൾ ഗഫൂർ സ്വാഗതവും കോർഡിനേറ്റർ ജലീൽ ചന്ദനത്ത് നന്ദിയും പറഞ്ഞു. ദാരിദ്ര്യത്തിന് എന്തെങ്കിലും ഒരു അറുതി വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞോ? ഇല്ലല്ലോ. ക്ഷേത്രത്തിലൊക്കെ കോടാനുകോടി സമ്പത്ത് കിടക്കല്ലേ. എന്നിട്ടല്ലേ പട്ടിണി പാപങ്ങളായ ആദിവാസികൾ, ദളിത് സമുദായക്കാരൊക്കെ ഇവിടെ ഉള്ളത് അല്ലേ? അവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതല്ല നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, അതല്ല അല്ല. സുപ്രസിദ്ധ കഥകളി മദ്ദള ആചാര്യൻ ശ്രീ കലാമണ്ഡലം നാരായണൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച പുലർച്ചെ തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാളുടെ ആദ്യകാല ശിഷ്യരിൽ പ്രധാനിയായിരുന്നു നാരായണൻ നായർ. ചിട്ടവിടാതെയുള്ള വാദനശൈലി ഇദ്ദേഹത്തെ മറ്റുള്ള മദ്ദള വിദ്വാൻമാരിൽ നിന്നും വേറിട്ട് നിർത്തിയിരുന്നു. ഇക്കഴിഞ്ഞ കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്ര ഉത്സവമായിരുന്നു അവസാനത്തെ അരങ്ങ്. കേരള കലാമണ്ഡലം അവാർഡും സംഗീത നാടക അക്കാദമി അവാർഡും നിരവധി കഥകളി ക്ലബ്ബുകളുടെ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അടക്കം 50-ൽ പരം വിദേശ രാജ്യങ്ങളിൽ തന്റെ കലാസബര്യ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് അന്തരിച്ച സുപ്രസിദ്ധ ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ദേവകി ടീച്ചറായിരുന്നു പത്നി. ദീർഘകാലം ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം, കേരള കലാമണ്ഡലം എന്നീ സ്ഥാപനങ്ങളിൽ അധ്യാപകനായിരുന്നു. പത്നി ദേവകിയോടൊപ്പം അഹമ്മദാബാദ് ദർപ്പണയിലും തുടർന്ന് സ്ഥിരതാമസമാക്കിയ നെല്ലുവായിലും നടത്തിയ ശ്രീ ധന്വന്ത്രി കലാക്ഷേത്രം വഴിയും നിരവധി ശിഷ്യരെ വാർത്തെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ നിരവധി മദ്ദള വിദ്വാൻമാർ നാരായണൻ നായരുടെ ശിഷ്യസമ്പത്തിലുണ്ട്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3:30-ന് നെല്ലുവായിലെ വസതിയിൽ നടക്കും. പ്രസാദ്, പ്രസീത എന്നിവർ മക്കളും രാജശേഖരൻ നെല്ലുവായ്, കലാമണ്ഡലം സംഗീത എന്നിവർ മരുമക്കളുമാണ്. കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി മറ്റം സെന്ററിൽ
ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ നിരപരാധികളായ 26 പേരുടെ കൊലപാതകത്തിൽ പ്രവർത്തകർ അനുശോചനം രേഖപ്പെടുത്തി. DCC സെക്രട്ടറി സിജു പാവർട്ടി, DCC അംഗം AT സ്റ്റീഫൻ മാസ്റ്റർ, ബ്ലോക്ക് ഭാരവാഹികളായ AP ബാബു മാസ്റ്റർ, ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, അപ്പു ആളൂർ, AM മൊയ്തീൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, മണ്ഡലം പ്രസിഡന്റുമാരായ ഷാജു തരകൻ, BV ജോയ്, ആൻഡോ ലിജോ എന്നിവർ സംസാരിച്ചു. മണ്ഡലം ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, സഹകരണ ബാങ്ക് ഭരണസമിതികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. എയ്യാൽ ശ്രീ കാർത്യായനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 29-നാണ് കാർത്തിക ആറാട്ട് മഹോത്സവം നടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 നട തുറന്നതിന് ശേഷം ആചാര്യവരണം, ദീപാരാധന എന്നിവ നടന്നു. തുടർന്ന് ആറാട്ട് എഴുന്നള്ളിപ്പ്, കുളക്കടവിൽ പൂജ, തിരിച്ചെഴുന്നള്ളിപ്പ്, കൊടിമര പൂജ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടത്തി. മേൽശാന്തി എടമന ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. കൊടിയേറ്റത്തിനു ശേഷം പ്രസാദ ഊട്ട് നടന്നു. വലിയ ആറാട്ടുവരെ ദിവസവും വിശേഷാൽ പൂജകൾ, ആറാട്ട് എഴുന്നള്ളിപ്പ്, കുളക്കടവിൽ പൂജ, ഉത്സവക്കഞ്ഞി എന്നിവയും വൈകിട്ട് ക്ഷേത്രമൈതാനിയിൽ വിവിധ കലാപരിപാടികളുമുണ്ടായിരിക്കും. 29-ന് ആറാട്ട് പൂജ, പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, കൊടിമര ചുവട്ടിൽ പറവച്ച് എതിരേറ്റതിനു ശേഷം ഉത്സവത്തിന്റെ കൊടിയിറക്കും. വൈകിട്ട് 5:30 മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ പൂരാഘോഷങ്ങൾ, ഗജവീരന്മാരോടും വാദ്യാഘോഷങ്ങളോടും കൂടി ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. 7:25 മുതൽ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട 24 ഗജവീരന്മാർ അണിനിരക്കും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം പൂരത്തിന് മാറ്റേകും. രാത്രി പൂരാവർത്തനവും ബുധനാഴ്ച രാവിലെ 8:30 മുതൽ വടക്കേ നടക്കൽ മധുവേല, 18-ാം കർമ്മം ദണ്ടുപറിക്കൽ, വടക്കേ നടക്കൽ പറവെപ്പ് എന്നിവയോടെ ഈ വർഷത്തെ കാർത്തിക ആറാട്ട് ചടങ്ങുകൾക്ക് സമാപനം കുറിക്കും. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് AV ബാലൻ, സെക്രട്ടറി TR രബീഷ്, ട്രഷറർ K ദിലീപ് എന്നിവരടങ്ങിയ ഭരണസമിതി നേതൃത്വം നൽകും. ഭീകരവാദം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി DYFI കണ്ടാണിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഹാമിലെ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമീണ വായനശാല പരിസരത്ത് നടന്ന പ്രതിഷേധ ജ്വാല CPIM ലോക്കൽ കമ്മിറ്റി അംഗവും കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ NS ധനൻ ഉദ്ഘാടനം ചെയ്തു. DYFI കണ്ടാണിശ്ശേരി മേഖലാ പ്രസിഡന്റ് VA അരുൺ അധ്യക്ഷനായി. CPIM കണ്ടാണിശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, DYFI കണ്ടാണിശ്ശേരി മേഖലാ സെക്രട്ടറി UM ഗോപകുമാർ, മേഖലാ ട്രഷറർ റനീഷ് രാഗേഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ വിനു ജോൺസൺ, KA ഷിനാസ്, TK സുവീഷ്, SFI ജില്ലാ കമ്മിറ്റി അംഗം മാളവിക പ്രദീപ്, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, DYFI മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി അനുഭാവികൾ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്തു. ചരമം. പുനേർകുളം മാവിൻചുവട് പരേതനായ വാലിയത്ത് രാധാകൃഷ്ണൻ മാസ്റ്റർ ഭാര്യ മാലതി ടീച്ചർ നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം സ്വവസതിയിൽ നടന്നു. പുഷ്പജ, സുരേഷ് ബാബു എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.